എണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. ഇവൻ എപ്പോഴും അതിൻ്റെ മുഖേ വന്ന് പിഴിയുന്നേ. എന്തോരം ഓയിലാണ്. മാത്രം സത്യസന്ധമായതാണ്, ജനുവിനിറ്റി കൊണ്ട് നമുക്ക് അറിയത്തില്ല. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ചോറ് വെക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒരു പൊറോട്ട ഇരിപ്പുണ്ട്, എടുത്ത് വേണമെങ്കിൽ കഴിച്ചോ. ചിക്കനും ഇരിപ്പുണ്ട്, പൊറോട്ട ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ എവിടെയാ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അവളെ ഒന്ന് കാണാൻ പോയി. പിന്നെ നമുക്ക് കുറച്ച് കടയിലൊക്കെ പോകണമായിരുന്നു, പള്ളിയിലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോയി വന്നപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങിച്ചോണ്ടാണ് വന്നത് കേട്ടോ. വേണ്ടടാ, വൈകുന്നേരം ഇതായതല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചോണ്ടാ വന്നത്. അതിപ്പോൾ അവിടെ ഇരിപ്പുണ്ട്, അത് കഴിക്കാം. പിന്നെ ചോറ് വെക്കണം, കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇന്നലെ ചൂടാക്കിയാണ് വെച്ചത്. നമുക്ക് ഒരിടത്ത് പോകാനുണ്ട് കേട്ടോ. നമ്മൾക്ക് എവിടെ പോകുന്നതെന്ന് നമ്മൾ വീഡിയോയുടെ അവസാനം പോകാൻ നേരത്ത് അതിൻ്റെ എന്നിട്ട് പറയാം. പിന്നെ ഞാൻ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ എനിക്കൊരു ഷൂ ഉണ്ടായിരുന്നിട്ട്, പക്ഷേ ആ ഷൂ ഞാൻ മറൈൻ എക്സ്പോ കാണാൻ പോയപ്പോൾ ഇട്ടപ്പം ഭയങ്കരമായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും പോലെ തോന്നി. എനിക്ക് കാലിൻ്റെ വിരലിൻ്റെ നഖത്തിൻ്റെ ഒക്കെ അറ്റമൊക്കെ എനിക്ക് ശരിക്കും വേദന എടുത്തു. അപ്പം അതുകൊണ്ട് ഞാൻ ക്ലോത്ത് മെറ്റീരിയൽ പോലെയുള്ള ഒരു വലിയ മോഡലുള്ള ഷൂ ഇല്ലേ, അത് വാങ്ങിച്ചു. എനിക്ക് നേരത്തെ മുതൽ ഷൂ ഉള്ളതാണ് കേട്ടോ. ചുരിദാറൊക്കെ ഇടുമ്പോൾ ഞാൻ അതാണ്. എൻ്റെ കൈയുടെ ഇവിടെ ചൊറിയുവാണ്, ഇവിടെ ഒന്ന് മാന്തി തരുമോ? ശരിക്കും മാന്ത്. ഇങ്ങനെ കുരങ്ങിൻ്റെ പൂമാല കിട്ടുമ്പം അതുപോലെ ആക്കി തന്നെ കൊച്ചാണ്. എന്തുവാ മാന്തെന്നൊന്നും അങ്ങ് ഏക്കള, നഖമൊക്കെ വെട്ടിക്കളഞ്ഞോ? അയ്യോ എനിക്ക് ചൊറിയുന്നടാ. കാണ്ടാമൃഗത്തിൻ്റെ സ്കിന്ന് പോലെ എൻ്റെ സ്കിന്ന് ഭയങ്കര കട്ടിയുള്ള സ്കിന്ന്. അപ്പയുടെ സ്കിന്ന് നല്ല കട്ടി, നല്ല തഴമ്പുമാണ് എൻ്റെ കൈക്ക്. അപ്പം നമുക്ക് സമയമില്ല, നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ ഞാനിവിടെ അരി വാങ്ങിയതൊക്കെ അതേപടി ഇരിക്കുവാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ചാരമൊക്കെ ഒന്ന് കോരി മാറ്റണം. പിന്നെ ചോറും കലം നല്ല തേച്ച് വെച്ചില്ല, കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. തലവേദന ആയതുകൊണ്ട് ഞാൻ ജോലികളൊന്നും ചെയ്തില്ല. ഞാൻ കുളിച്ചിട്ട് ഞാനങ്ങ് കിടന്നു. ഈ ആൻസിനോട് പറഞ്ഞു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആൻസ് ഭയങ്കര ബഹളമായിരുന്നേ. എനിക്കങ്ങനെ ഇനി വല്ല പനിയൊക്കെ കൂടുമോയെന്ന് ഓർത്തിട്ടാ. പക്ഷേ ഞാൻ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കാമില്ലേ. നേരത്തെയൊക്കെ സ്ഥിരമായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് കുളിക്കുമായിരുന്നു. പിന്നെ ഇപ്പം എന്തുകൊണ്ട് എനിക്കിങ്ങനെ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിപ്പം ചൂടുവെള്ളം ഉണ്ടാക്കിയില്ല, ഞാൻ ആ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചത്. പക്ഷേ എനിക്ക് കുളിയൊന്നും കഴിഞ്ഞിട്ടൊന്നും പിന്നെ തലവേദനയൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം തന്നെ നമുക്ക് ചാരം കോരി മാറ്റണം. ആൺസൂട്ടം കഴിഞ്ഞ ദിവസം ചാരം കോരിയിട്ട് ആ കൂട് കെട്ടി വെച്ചേക്കണുണ്ടോ. ഇതിന് വിടർത്തി എടുക്കണമെങ്കിൽ എന്ത് പാടാ. പിന്നെ ചോറും കലം തേക്കണം. ഇതാ നീ അല്ലേടാ കെട്ടി വെച്ച. അടിച്ചടിച്ച് ഇനി ഇടയ്ക്ക് വന്ന് കൈയിട്ട കയറല്ലേ. നല്ലൊരു തവിയായിരുന്നു കേട്ടോ. മറ്റേ അലൂമിനിയത്തിൻ്റെ തവിയായിരുന്നേ, അത് ഒടിഞ്ഞു പോയി. അപ്പം ചാരം കോരാൻ എടുക്കുക. പണ്ട് എൻ്റെ വീട്ടിലില്ലേ ചോറ് കോരാൻ അലൂമിനിയത്തിൻ്റെ തവിയായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതോടുകൂടി അലൂമിനിയത്തിൻ്റെ തവി വീട്ടിൽ നിന്ന് പോയി. ഇനി വേറെ തവിയൊന്നും ഇല്ല. ഞങ്ങളിതിന് തവി എന്നാട്ടോ പറയുക. തവി എന്നാട്ടോ പറയുക. നമ്മുടെ ഇടുക്കി, എറണാകുളം, മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയയിലുള്ളവർ. അമ്മച്ചി തൊടുപുഴക്കാരിയാണ്. ഞാൻ ജനിച്ചത് തൊടുപുഴ ഹോസ്പിറ്റലിലാണ്. ഞാൻ വളർന്നത് മൂവാറ്റുപുഴക്കാരിയായിട്ടാണ്. കാരണം എൻ്റെ പപ്പയുടെ വീട് മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ നാടിങ്ങനെ വീണ്ടും പറഞ്ഞതേ. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊക്കെ എല്ലാവരും ഒരു ദിവസം കൊണ്ടുപോകാവേ. ഞാൻ പോലും അങ്ങോട്ട് പോയിട്ട് കുറേ നാളായി, വർഷങ്ങൾ 3 വർഷമായി ഞാൻ ആ നാട്ടിൽ പോയിട്ട്. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, 10-23 കിലോമീറ്ററൊക്കെ വരത്തുള്ളൂ. തൊടുപുഴയിൽ നിന്ന് 13 കിലോമീറ്ററാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്ര അടുത്താണെങ്കിൽ പോലും അവിടെ ഇനി വേണ്ടത്ര പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. പിന്നെ ഉള്ളതൊരു പപ്പയും മമ്മിയാണ് കേട്ടോ. എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതൊക്കെ അവരുടെ വീട്ടിലായിരുന്നു പകൽ ഫുൾ ടൈം. അവിടെ ഉണ്ടായിരുന്നു 3 പെൺപിള്ളേരെ. അപ്പോൾ അവിടെ ആയിരുന്നു. മമ്മിയാണ് ഒത്തിരി എടുത്തുകൊണ്ട് നടന്നൊക്കെ വളർത്തി. ഒത്തിരി മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ്. മമ്മിയൊക്കെ അവിടെ ഉണ്ട്. ചിലപ്പോൾ മമ്മിയൊക്കെ അവരുടെ മക്കളൊക്കെ വിദേശത്താണേ. അപ്പം മമ്മിയും പപ്പയൊക്കെ അവിടെ ആയിരിക്കും. ചിലപ്പോൾ നാട്ടിലും വരും, അവിടെ ആയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് നിൽക്കും. അപ്പം എനിക്കിനി പറയത്തക്ക ബന്ധുത്വം എന്ന് പറയാൻ അതേ ഉള്ളൂ. രക്തബന്ധമല്ലെങ്കിൽ പോലും നമുക്ക് ചെന്ന് കയറാനായിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയാം. പിന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം നല്ല മനുഷ്യന്മാരാണ് കേട്ടോ.
നല്ല ആളുകളാണ്. നമ്മൾ അധികാരത്തോടെ മമ്മി പപ്പയെന്ന് വിളിക്കുന്നവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അതാണേ. ഇനി നമ്മളെല്ലാം ചെയ്യുന്ന കൂട്ടുകാരെന്ന് ചോദിച്ചാൽ ഞാൻ തീ കൊടുക്കാനുള്ള പുറപ്പാടാണ്. ഇവിടെ തീ കത്തുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കലം തേക്കാവേ. ഇന്നലെ ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കവറാണിത്. നമ്മളതങ്ങ് കത്തിക്കുവാണ്. ഞാൻ ലാമ്പ് വയ്ക്കുന്നത് അവിടെയാണ് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോയും ഇതാദ്യമായിട്ടായിരിക്കും. രാവിലെ അടുപ്പ് കത്തിച്ച ചോറിനുള്ള വെള്ളം വെച്ച് അരി അങ്ങ് കഴുകിയിട്ടു. നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞ് അതങ്ങ് ശീലമായിരിക്കും. ഇവിടെ വരുന്ന ഇതുപോലെയുള്ള വേസ്റ്റ് പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ അടുപ്പ് കത്തിക്കാനായിട്ട് എടുക്കുവേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിറകിന് തീ പിടിക്കും. റബ്ബറിൻ്റെ വിറകൊക്കെ അല്ലേ, പെട്ടെന്ന് തീ പിടിക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് തീ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് കലം തേക്കാട്ടെ കേട്ടോ. ചൂടുവെള്ളം എടുത്തേ, അരി കഴുകാം. ബാസ്കുവേ, ആൻസാ എന്നാലും കഴുകി വെച്ചേ. അയ്യേ,
എനിക്കറിയില്ല, എനിക്കത് നോക്കിയോണ്ടേക്കാണ് സമയത്തിടാറ്. കൂട്ടുകാരെ, നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഓഫീസിൽ പോവുകയാണ്. അത് കൊണ്ടുപോയി അവിടെ കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആൻസൂട്ടറാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കാണിച്ചുതരാം. ഒറ്റയ്ക്കിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കണ്ടോ? ആൻസൂട്ടറാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൻസ് ഭയങ്കര ഹാപ്പിയാണ്. കളിക്കാനൊക്കെ കിട്ടിയതിൻ്റെയൊക്കെ ഹാപ്പിനെസ്സൊക്കെ ഉണ്ട്. ഇന്നത്തോടു കൂടി ആൻസ് ഇതെല്ലാം മടക്കി കെട്ടി വെക്കുന്നതായിരിക്കും. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. രാവിലെ ഇനി എഴുന്നേറ്റ് എൻ്റെ കൂടെ അടുക്കളയിലിരുന്ന് വായിച്ച് പഠിക്കുന്ന കുട്ടിയൊക്കെ കാണാനായിട്ട് പറ്റൂ കേട്ടോ. കൂട്ടുകാരെ, അവിടെ എന്തിടാ, നമ്മളപ്പോഴേ കോട്ടയം പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഇച്ചിരി ലാപ്ടോപ്പ് കലാമിലുള്ള മാതിരി പൊത്തിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിലേ ഓയിലങ്ങോട്ട് ഇറങ്ങും. പിന്നെ ആൻസ് കൂട്ട എന്നോട് പറയും ഓയിലി സ്കിൻ ആയതുകൊണ്ട് എണ്ണ പിഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. ഇവനെപ്പോഴും അതെൻ്റെ മുക്കേ വന്ന് പിഴിയൂന്നേ. എന്തോരം ഓയിലാണ്.
വണ്ടി വന്നോടാ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. പോലെ like me, like me. ഈ പുട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? റൂഷ്, ഐലൈനർ, കൺസീലർ, പ്രൈമർ, പിന്നെ ഫൗണ്ടേഷൻ, ഇതെല്ലാം കൂടി മുഖത്തേക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് അത് ഇടുന്ന ഒരു രീതിയുണ്ട്. ആദ്യം പ്രൈമർ ഇട്ട് അങ്ങനെയൊക്കെയാണ് അത് ഇടുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഔട്ട്ഫിറ്റ് വരെ മാറിപ്പോകുന്ന ഒരു ചേഞ്ച് വരത്തില്ലേ, അതിനെയാണ് പുട്ടി അടിക്കുക എന്ന് പറഞ്ഞത്. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് ഫുൾ പുട്ടിയാണല്ലോ, ഒന്ന് കണ്ണെഴുതിയാലോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാലൊക്കെ ഫുൾ പുട്ടിയാണല്ലോ എന്ന്. പിന്നെ അങ്ങനെ പറഞ്ഞ കാര്യമേ ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കൂട്ടുകാരെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നു. നമുക്കിഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യണ്ട, അത്രയേ ഉള്ളന്നേ. കണ്ണ് ചെറുതായോണ്ടില്ലേ, കണ്ണ് എഴുതിയില്ലെങ്കിൽ കൊള്ളത്തില്ല. എനിക്കിതാണ് കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും അല്ലേ. നമ്മളൊക്കെ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ. ഇവിടെ എൻ്റെ കണ്ണാടി കണ്ടില്ലടാ, വേർ ഈസ് മൈ കണ്ണട. ഞാൻ ടീയുടെ മുമ്പിലുണ്ടോടാ, അന്ന് അങ്ങാ മുറി കാണും. കണ്ണാടി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോഴേ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. എനിക്കൊരു 6 മുള വാൽക്കണ്ണാടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. 6 മുള വാൽക്കണ്ണാടി, അത് 6 മുള ചെന്നാലേ കിട്ടുള്ളൂ. 6 മുള വാൽക്കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് ഇതിലെയൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ അത് എത്രമാത്രം സത്യസന്ധമായതാണ്, ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. മുത്തോമണി കൊഞ്ചൽ പോലെ തൊട്ടൊരു മുന്തന്നൽ പോലെ. എടാ ഇന്നലെ കണ്ടുവച്ച സിയേഡിയുടെ ബാക്കിയുണ്ടില്ല. അല്ല നമ്മളത് കണ്ടായിരുന്നു അല്ലേ, ഒരു പെണ്ണല്ലായിരുന്നു അതിൻ്റെ ബാക്കി. അതല്ല, അത് വേറെ ഒരു പുള്ളി അപ്രത്യക്ഷമായി പോയതല്ലേടാ. ഞാനൊരു വട്ടപ്പൊട്ട് വാങ്ങിയിരുന്നു കൂട്ടുകാരെ, എൻ്റെ വട്ടപ്പൊട്ട് കാണാനില്ല. ഓക്കെ, എനിക്ക് കറുത്ത പൊട്ട് നന്നായി ചേരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ വാങ്ങിയ പുതിയ എൻ്റെ കൊലസ് കണ്ട, വെള്ളിക്കൊലസ് ലൂസായിപ്പോയി. പിന്നെ ഇതാ മണിയൊക്കെ ചാടിപ്പോയി. എനിക്ക് നിറയെ കിലുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ, അതുകൊണ്ട് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. മണി ചാടിപ്പോയെന്നേ, എന്താ ചെയ്യണം. ഞാനത് മുറിച്ച് ഞാൻ ഇച്ചിരി കുറച്ചൊക്കെ ആക്കിയതായിരുന്നു, മണി ചാടിപ്പോയി. എടാ എൻ്റെ ഷൂ എന്തിയാടാ കൂട്ടുകാരെ. അപ്പം ഞാൻ വാങ്ങിയ ചെരുപ്പ് ഇതാണ് കേട്ടോ. ഇത് ആൻസൂട്ടന് കൊടുക്കാൻ പറഞ്ഞോണ്ട് ആൻസൂട്ടൻ ഭയങ്കര ബഹളമാണ്. അയ്യോ ആൻസൂട്ടൻ ഇടാൻ കൊടുക്കാൻ ഈ ചെരുപ്പേ കേക്കുമെന. ദാറ്റ് ഈസ് മൈ ചെരുപ്പ്. ഈ രണ്ടെണ്ണം അവർക്ക് കൊടുത്തത് ചേഞ്ച് ആയി പ്രിന്റ് ചെയ്തപ്പോൾ നല്ല ചെരുപ്പാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ആൻസിൻ്റെ ചെരുപ്പ് കണ്ടോ, അത് ആൻസിൻ്റെ. എന്നിട്ട് ആൻസ് പറയാം എന്നോട് അത് ഇട്ടിട്ട് ഇത് അവനിട്ടോളാന്ന്. കേക്ക ഇത് പെണ്ണുങ്ങളുടെ ചെരുപ്പാന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. എല്ലാവരും ആൻസിനെ കളിയാക്കണേ. കണ്ടോ,
കൂട്ടുകാരെ അപ്പം നമ്മൾ പോട്ടെ. മാക്കുവാവയ്ക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പം നമ്മൾ പോട്ടെ. പോയിട്ടൊക്കെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബിന്ദു ആൻഡ് ആൻസ്. ബൈ.